ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കേരളത്തിലെ പ്രിയമുള്ള എൻ്റെ മക്കളെ, ജൂലൈ 3 ഭാരതത്തിൻ്റെ അപ്പസ്തോലനായ വിശുദ്ധ തോമാശ്ലീഹായുടെ തിരുനാൾ ആഘോഷിക്കുകയാണ് നമ്മളെല്ലാവരും കൂടി. അത് സ്നേഹത്തിൻ്റെ ഒരു ദിവസമായിരിക്കണം. അന്നത്തെ ദിവ്യപൂജയിൽ എവിടെയായാലും ഏത് രീതിയിലായാലും സംബന്ധിച്ച് ഈശോയെ മഹത്വപ്പെടുത്തി, ദൈവത്തെ മഹത്വപ്പെടുത്തി സ്നേഹത്തിലും ഐക്യത്തിലും ജീവിക്കേണ്ടവരും ആ തോമാശ്ലീഹായെപ്പോലെ നല്ല സാക്ഷികളായി ദൈവസ്നേഹവും വിശ്വാസവുമെല്ലാം പരത്തേണ്ടവരുമാണ് നമ്മൾ. വിവിധ വാർത്താവിനിമയങ്ങളിലൂടെ ഞാൻ ഈ ദിവസങ്ങളിൽ കേട്ടു, ജൂലൈ 3 സിറോ മലബാർ സഭയുടെ ആസ്ഥാനമായ കൊച്ചിയിലെ സെൻറ് തോമസ് മൗണ്ടിൽ ഈ വിശുദ്ധ കുർബാനയെപ്പറ്റി തർക്കത്തിലിരിക്കുന്ന ഇരുകൂട്ടരും വന്ന് സമരമുണ്ടാക്കും, ബഹളമുണ്ടാക്കും എന്ന്. കാരണം അവിടെയാണ് കർത്താവ് തിരഞ്ഞെടുത്ത അഭിഷിക്തരായ മെത്രാന്മാരെ സിനഡ് കൂടുന്നത്. പ്രിയപ്പെട്ടവരെ, ഇവിടെ ഒരു കാര്യം ഞാൻ ബോധവൽക്കരിക്കുകയാണ്. നാം ജീവിക്കുന്നത് കേരളത്തിൽ ആണ്. സാക്ഷരത ഏറ്റവും ഉണ്ട് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ആണ്. നമുക്ക് സുബോധമുള്ളവരായി ഉണർന്നിരുന്ന് ജീവിക്കാം. നാം സഭയെ പരസ്യമായി താരടിച്ചാൽ, നിങ്ങൾ ഓർക്കണം, അന്ന് നിങ്ങൾ ഒന്നിച്ചുകൂടി മുദ്രാവാക്യങ്ങൾ വിളിച്ചേക്കാം, ഇരുകൂട്ടം തമ്മിലൊരു ശണ്ഠയുണ്ടായേക്കാം. അതുകൊണ്ട് വലിയൊരു പോലീസ് അകമ്പടി അവിടെ കാണാനിടയുണ്ട്. ഇനിയും ഒരു പക്ഷെങ്കിൽ ലാത്തി ചാർജോ ഒക്കെ ഉണ്ടായിന്ന് വരാം. ഇതെല്ലാം ക്യാമറയിൽ പകർത്തി തിരുസഭയെ താരടിക്കാൻ നോക്കിയിരിക്കുന്ന ഏറെ അന്ത്യക്രിസ്തുമാർ കേരളത്തിലുണ്ട് എന്നോർക്കണമേ. അവർ നോക്കിയിരിക്കുകയാണ്. അത് അല്പം പൊടിപ്പും തൊങ്ങലൊക്കെ വച്ച് ഒരു വീഡിയോയോ പല വീഡിയോകളും ഉണ്ടായി. ഇന്ന് AI കാലമാണ്. കുറേ നുണ കൂടി ചേർത്ത് അതിനെ പർവ്വതീകരിച്ച് കാണിച്ച് സഭയെ ഇല്ലാതാക്കാൻ. നമുക്ക് മനസ്സിലാക്കണം, നമ്മൾ സഭ തീർത്തും മൂല്യച്ഛുരി വന്നിരിക്കുന്നൊരവസരം, വിശ്വാസ ചുരി വന്നിരിക്കുന്ന അവസരം. ഈ മനോഹരമായ പരിശുദ്ധമായ ദിവസത്തിൽ ആരായാലും, അത് കൽദായക്കാരായാലും അല്ലെങ്കിൽ വിമതരായാലും, ശാപം തങ്ങളുടെ മേലും കുടുംബത്തിൻ്റെ മേലും വലിച്ചു വയ്ക്കും എന്ന് സത്യമായി ഞാൻ പറയുകയാണ്, ആത്മാർത്ഥമായി ഞാൻ പറയുകയാണ്. കർത്താവ് പൗലോസ്ലീഹായോട് പറഞ്ഞിട്ടുണ്ട്, തിന്മ പ്രവർത്തിക്കുന്ന ഏതൊരുവനും, ഗ്രീക്കുകാരനായിരിക്കട്ടെ യഹൂദനായിരിക്കട്ടെ, ക്ലേശവും ദുരിതവും ഉണ്ടാകുമെന്ന്. നമ്മുടെ കേരളത്തിലെ വ്യക്തികൾ, സഭകൾ, വീടുകൾ ധാരാളം ഇപ്രകാരം ശാപം വരുത്തിയിരിക്കുന്നത്. ഒരു ധ്യാനഗുരുവായി ഞങ്ങൾക്കറിയാം, 20 വർഷക്കാലം ഇപ്പോഴും വരുമ്പോഴെല്ലാം കേരളത്തിൽ ഓടി നടന്ന് ധ്യാനിപ്പിച്ച്, ഞാൻ ധ്യാനിപ്പിക്കാത്ത ഒരു ഇടവക പോലും, ഒരു രൂപത പോലും കാണില്ല കേരളത്തിൽ. നിങ്ങളൊക്കെ എൻ്റെ മക്കളാണ്. നിങ്ങളുടെ ആവശ്യങ്ങൾ എന്നും കർത്താവിന്റെ സന്നിധിയിൽ അർപ്പിച്ച് പ്രാർത്ഥിക്കുന്നവരാണ്. നിങ്ങളൊക്കെ എനിക്ക് ഇമെയിൽ അയക്കും, ഞാൻ മറുപടിയും തരുന്നവരാണ്. പ്രിയപ്പെട്ടവരെ, ഒത്തിരി സ്നേഹത്തോടെയാണിത് പറയുന്നത്. അത് ഇന്ന് നമ്മുടെ എത്രയോ കുടുംബങ്ങളാണ് ഇപ്രകാരം ആ ശാപം പേറിയിരിക്കുന്നത്. ചില കുടുംബങ്ങൾ അന്യം നിന്ന് പോയിട്ടുണ്ട്. ദൈവശാപം വന്നതാണ്. കർത്താവിനെതിരായിട്ട്, കർത്താവിൻ്റെ സഭയ്ക്കെതിരായി നിങ്ങൾ ഒരിക്കലും നിൽക്കരുത്. നിങ്ങളാണ് സഭ. വത്തിക്കാൻ സുനോദോസ് പഠിപ്പിക്കുന്നുണ്ട്. ബൈബിൾ വ്യക്തമായി പറയുന്നു, സഭ എന്ന് പറയുന്നത് കർത്താവിൻ്റെ ശരീരമാണ്. നാം ഓരോരുത്തരും ആ ശരീരത്തിലെ അവയവങ്ങളാണ്. അത് യേശുക്രിസ്തു തന്നെയാണ് അതിൻ്റെ തലവനും. ഇതൊക്കെ ബൈബിളിൽ നിങ്ങൾ പഠിച്ചിട്ടുള്ളവരും അറിയുന്നവരുമാണ്. മാപ്പാപ്പ അല്ല സഭ, മെത്രാന്മാരല്ല സഭ. അവരെയൊക്കെ കർത്താവ് നമുക്ക് ശുശ്രൂഷ ചെയ്യുവാൻ നിയോഗിച്ച ദാസന്മാർ മാത്രം. ഈ ദാസന്മാർ പരിപൂർണർ അല്ല. നമ്മളാരും പരിപൂർണർ അല്ലല്ലോ. നമുക്കെൻ്റെ അവകാശം മറ്റുള്ളവരെ വിധിക്കുവാൻ. അതുകൊണ്ട് മനസ്സിലാക്കണമേ, അപൂർണരായ മെത്രാന്മാരാണ് നമുക്കുള്ളത്. ഒരു അശുദ്ധരായൊരു കാണും,
എന്നാൽ കർത്താവാണ് അവരെ നിയോഗിച്ച് അയച്ചത്. ചരിത്രം പരിശോധിച്ചാൽ വളരെ അശുദ്ധിയിൽ ജീവിച്ച മാപ്പാപ്പമാർ നമുക്കുണ്ടായിരുന്നു. അവ്യഹിത വേഴ്ചയിൽ മക്കളുണ്ടായവരുണ്ടായിരുന്നു. എന്നാൽ സഭ നശിച്ചില്ല. സഭ കർത്താവിൻ്റെയാണ്. അത് നിങ്ങൾ എന്തേലും ബഹളം കൂട്ടിയാലും അടിപിടി വെച്ചാലും വീഡിയോ വഴി സഭയെ നാറ്റിച്ചാലും നിങ്ങൾക്കാണ് നാശം, സഭയ്ക്ക് നാശമുണ്ടാവില്ല എന്ന് ഞാൻ പച്ചയ്ക്ക് പറയുന്നു. വേറൊന്ന്, കുറേ പേർ കണ്ണീരോടെ പ്രാർത്ഥിക്കുന്നുണ്ട്. ഈ വഴക്കിലൊന്നും ഉൾപ്പെടാതെ ദൈവസ്നേഹത്തിലും പരസ്നേഹത്തിലും ഇരുന്നുകൊണ്ട് വിശുദ്ധരായി പ്രാർത്ഥിക്കുന്ന, ഞാൻ എൻ്റെ ഭാഷയെ പറയും, കരിസ്മാറ്റിക്കുകൾ കേരളത്തിൽ എല്ലാ രൂപതകളിലും ഇടവകളിലുമുണ്ട്. അവർ ഈ വഴക്കിലൊന്നും മനസ്സുകൊണ്ട് പോലും ഉൾപ്പെടാതെ എവിടെയെങ്കിലും പോയി നല്ലൊരു കുർബാന കണ്ട് വിശ്വാസത്തിൽ വളരുന്നു, ആരാധിക്കുന്നു. അവർക്ക് റീത്ത് പ്രശ്നമല്ല, അല്ലെങ്കിൽ കുർബാന എങ്ങോട്ടോ ഇങ്ങോട്ടോ തിരിഞ്ഞോന്ന് പ്രശ്നമല്ല, അൽത്താരാഭിമുഖമാണോ അതോ മനുഷ്യാഭിമുഖമാണോ അതൊന്നും പ്രശ്നമല്ല. ആ വിശുദ്ധ കുർബാനയിൽ ജീവനോടെ വരുന്ന ഈശോയെ കണ്ടുമുട്ടി ജീവിച്ച് എല്ലാ പ്രശ്നങ്ങളും കർത്താവിനർപ്പിച്ച് സഹനങ്ങൾ സഹിച്ചു പോകുന്ന ഒരു സമൂഹം നമ്മുടെ മധ്യത്തിൽ ഉണ്ട്, നമ്മുടെ ഇടയിൽ ഉണ്ട്. ധ്യാനഗുരുക്കന്മാരായ ദാനിയേൽ അച്ഛനോടോ ഡൊമിനിക് അച്ഛനോടോ അല്ലെങ്കിൽ കാരിക്കൽ അച്ഛനോടോ വിജിലച്ഛനോടോ നമ്മുടെ വട്ടായിക്കാൻ അച്ഛനോടോ ഒക്കെ ചോദിച്ചാൽ പറയും. കാരണം ഇവിടുത്തെ ആധ്യാത്മികത നയിക്കുന്നവരാണല്ലോ അവരെല്ലാം. ഇങ്ങനെയൊരു ചെറിയ ഗ്രൂപ്പ് വളർന്നു വരുന്നു. അവർ കണ്ണീരോടെ പ്രാർത്ഥിക്കുന്നു. ആ കണ്ണീര് കർത്താൻ മുമ്പിലെത്തും, ഓർക്കണം. അപ്പോൾ ആ കർത്താവ് നിശ്ചയമായിട്ടും സഭയെ സംരക്ഷിക്കും. അതുകൊണ്ട് നിങ്ങളുടെ മേലും നിങ്ങളുടെ കുടുംബത്തിൻ്റെ മേലും ദൈവത്തിൻ്റെ ശിക്ഷ, അല്ലെങ്കിൽ അതികഠിനമായ ശിക്ഷ എന്ന് ഞാൻ പറയും, വരുത്തി വയ്ക്കരുത്. ഈ പരിപാവനമായ ദിവസത്തിൽ അത് പ്രതികാരം നിങ്ങൾ ചെയ്യാതെ ആ ദൈവത്തിൻ്റെ ക്രോധത്തിന് വിട്ടേക്കുക. റോമാക്കാർക്ക് ലേഖനത്തിൽ പൗലോസ് 12:19 പറഞ്ഞിരിക്കുന്നതാണ്. ആ പ്രതികാരം എൻ്റേതാണ് എന്നാണ് കർത്താവ് പറഞ്ഞത്. കർത്താവിനെ വേദനിപ്പിക്കുന്ന ആരായാലും, കർത്താവിൻ്റെ ശരീരത്തെ വേദനിപ്പിക്കുന്നവരാരായാലും കണിശമായിട്ടും കർത്താവ് പകരം ചോദിക്കും. അത് കർത്താവിൻ്റെ കയ്യിലാണ്. കർത്താവിൻ്റെ എന്ന് പറഞ്ഞാൽ കർത്താവ് ആരെയും കോപിക്കുന്നല്ല, കർത്താവ് ആരെയും ശപിക്കുമെന്നുമല്ല. നിങ്ങളുടെ പ്രവൃത്തി തന്നെ ശാപം കൈവരുത്തും. അപ്പോൾ കർത്താവ് തടയുകയില്ല എന്ന് ചുരുക്കം. ഹല്ലേലൂയ. കർത്താവ് സർവ നന്മ സ്വരൂപിയാണ്. ഓരോ മനുഷ്യനും സ്വാതന്ത്ര്യമുണ്ട്, നന്മ ചെയ്യാനും തിന്മ ചെയ്യാനും. അപ്പോൾ ആ സ്വാതന്ത്ര്യം ദുർവിനിയോഗിക്കുന്നവരാരായാലും നിശ്ചയമായിട്ടും അവരവരുടെ പ്രവൃത്തികൾ കൊണ്ട് തന്നെ തങ്ങളുടെ മേലും തങ്ങളുടെ മക്കളുടെ മേലും ശാപം വരുത്തി വയ്ക്കും. ഇപ്പോൾ തന്നെ എത്രയോ ശാപങ്ങൾ, മക്കളില്ലായ്മ, കല്യാണം കഴിക്കാൻ നിൽക്കുന്നവർ, വിദേശത്തേക്ക് ആളുകളെല്ലാം പോകുന്നു. സഭ നമുക്കറിയാം മൂല്യച്യുതി വന്ന്, വിശ്വാസച്യുതി വന്ന്, സ്നേഹച്യുതി വന്ന് ഒരു സമൂഹമായി ഇന്ന് സമൂഹത്തിൽ ആർക്കും വേണ്ടാത്തവരായിരിക്കുന്നു എന്നോർക്കണം. അപ്പോൾ ഇവിടെ നമ്മൾ തന്നെ, അകത്തുള്ളവർ തന്നെ, കപ്പലിൽ ഉള്ളവർ തന്നെ കപ്പലിനെ ഇളക്കി മറിച്ചാൽ അത് മുഖാന്തരം കർത്താവിൻ്റെ ഹൃദയം വേദനിക്കാൻ ഇടയായാൽ നിശ്ചയമായിട്ടും ശാപമാണ്. ഒരപ്പൻ എന്ന നിലയിൽ 80 വയസ്സുകാരനായ ഞാൻ നിങ്ങൾക്കെല്ലാം ഒരു ആധ്യാത്മിക മാതൃകയും മാർഗദർശനവും തരാൻ ശ്രമിക്കുന്ന അപൂർണനായ ഈ വയസ്സൻ നിങ്ങളോട് സ്നേഹപൂർവ്വം കാല് പിടിച്ച് അത് ഉപദേശിക്കുന്നു. അത് സിനഡ് നടക്കുമ്പോൾ അവിടെ സെൻറ് തോമസ് മൗണ്ടിൽ, അതും പ്രത്യേകിച്ച് തോമാസുകാലത്ത് 4 ദിവസം കൂടുതൽ നിന്ന് നിങ്ങൾ പിന്തിരിയണം. നിങ്ങളുടെ ഭർത്താക്കന്മാരാണ് അങ്ങനെ പോകുന്നെങ്കിൽ ഭാര്യമാരെ അപ്പോകരുതെന്ന് പറയണം. തിരിച്ച് നിങ്ങളുടെ ഭാര്യമാരാണ് ഒരു വിഷയങ്ങളിൽ കൊടിയും പിടിച്ചു പോകുന്നെങ്കിൽ ഭർത്താക്കന്മാരെ ഉപദേശിക്കണം. മക്കളെ, നിങ്ങളുടെ മാതാപിതാക്കളോ നിങ്ങളുടെ ഒരു വിഷയങ്ങൾ അപ്പാപ്പന്മാരോ അമ്മാമ്മമാരോ ആയിരിക്കാം പോകുന്നത്, അവരോട് പറഞ്ഞ കാല് പിടിച്ച് പോകരുത്, ശാപം ഞങ്ങളുടെ കുടുംബത്തെ വരുത്തരുത് എന്ന്. നിങ്ങളുടെ മക്കളാണ് പോകുന്നത് എങ്കിൽ പ്രിയ മാതാപിതാക്കളെ പറയൂ. എനിക്ക് ഒന്നേ പറയാനുള്ളൂ. നിങ്ങൾക്കറിയാം, 53 വർഷം വൈദികനായിരിക്കുന്ന ഞാൻ ലോകം മുഴുവൻ ചുറ്റുപാടെന്ന് പറയുന്ന ഒന്നേ ഉള്ളൂ, സ്നേഹിക്കാൻ. കേരളത്തിലും സ്നേഹം പോയതിലേറെ വേദനിക്കുന്ന ഒരു വ്യക്തിയാണ്. നിങ്ങൾക്കെല്ലാം അറിയാം. മണിക്കൂറുകൾ ദിവ്യകാരുണ്യ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്നവനാണ് അതിനു വേണ്ടി. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ 3-ാം തീയതി സമാധാനമായിട്ട് അവർ സമ്മേളിക്കട്ടെ.
അവരിലൂടെ കർത്താവ് എങ്ങനെ പ്രവർത്തിച്ചാലും അത് പ്രവർത്തിക്കട്ടെ. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് നാം ചെയ്യേണ്ടത്. അപൂർണരായവരെ കർത്താവ് തിരഞ്ഞെടുത്തിരിക്കുന്നു. നാമും അപൂർണരാണ്. നമ്മൾ ആർക്ക് നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് പറയാൻ പറ്റും ദൈവത്തോട്, ഞാനൊരു പൂർണ്ണനാണ് എന്ന്? ഇല്ല. ഞാനൊരു വിശുദ്ധ ആണ് എന്ന് ആർക്ക് പറയാൻ കഴിയും? ഇല്ല. നമ്മൾ അതിനു വേണ്ടി പ്രയാണം ചെയ്യുന്നു, അതിനുവേണ്ടി അധ്വാനിക്കുന്നു. ഈ മെത്രാന്മാരും മെത്രാപ്പൊലീത്തമാരും ആ കുടുംബനായകന്മാരും നമ്മളെല്ലാം ചെയ്യുന്നതാണ്. നമുക്ക് പരസ്പരം മനസ്സിലാക്കി അതെ മുന്നോട്ട് പോകാം. കർത്താവ് കണിശമായിട്ടും കേരള സഭയെ പറ്റിയൊരു പദ്ധതിയും പ്ലാനുമുണ്ട്. അത് സംഭവിക്കുക തന്നെ ചെയ്യും. അതെ, അതുകൊണ്ട് ശാപം വരുത്തി വയ്ക്കരുതേ. ശാപമുണ്ട്, ശാപമില്ല എന്ന് പറഞ്ഞ് കണ്ണടച്ച് രക്ഷപ്പെടാൻ നോക്കരുത്. ഇന്ന് ലോകം മുഴുവൻ നമുക്ക് കാണാൻ സാധിക്കും എപ്രകാരം തിന്മ ചെയ്തവർ ആ ശാപം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. യൂറോപ്പിൽ മുഴുവൻ നമുക്കറിയാം, ഒരു വെള്ളക്കാർ ഇതര രാജ്യങ്ങളിൽ പോയി അടിമകളാക്കിയവർ അല്ലെങ്കിൽ കോളനി സ്ഥാപിച്ച് അവിടുത്തെ പണവും സ്വർണവും കൊണ്ടുവന്നവർ ഇന്ന് എങ്ങനെ കഴിയുന്നുവെന്ന് നിങ്ങൾക്കറിയാം. അതുപോലെ തന്നെ നമുക്കറിയാൻ സാധിക്കും അതെ പല ശാപങ്ങൾ കുടുംബത്തിൽ വന്നിട്ടുള്ളത്. പഴയ കാലത്ത് കൊല ചെയ്തതിൻ്റെയും അടിപിടി വെച്ചതിൻ്റെയും മറച്ചു വെച്ചതിൻ്റെയും കള്ളപ്പണം വഴി കൈകാര്യം ചെയ്തു കുടുംബങ്ങൾ പോലും നശിച്ചത് നമ്മുടെ ഇടയിലുണ്ട്. ഞാൻ ഇത് അറിഞ്ഞുകൊണ്ട് തന്നെ പറയുകയാണ്, പ്രിയപ്പെട്ട മക്കളെ, എൻ്റെ സ്നേഹമുള്ളവരെ, അതെ ഈ ജൂലൈ 3 അതെ നിങ്ങൾ പരിപാവനമായി പ്രാർത്ഥിക്കുന്ന ഒരു ദിവസം, ബലിയിൽ സംബന്ധിക്കുന്ന ഒരു ദിവസം ആയിരിക്കട്ടെ. അതെ കർത്താവ് അത് നിശ്ചയമായിട്ടും ദുഷ്കർമ്മികളുടെ ഓർമ്മ ഭൂമിയിൽ നിന്ന് വിച്ഛേദിക്കാൻ കർത്താവ് അവർക്കെതിരെ മുഖം ധരിക്കുമെന്നാണ് സങ്കീർത്തനം പറയുന്നത്. സങ്കീർത്തനം 16 തോന്നുന്നു. അതായത് നമ്മൾ ദുഷ്കർമ്മം ചെയ്താൽ കർത്താവിൻ്റെ മുഖം തിരിച്ചു കളയും. എല്ലാം അറിയുന്ന തമ്പുരാനാണ് ഇതെല്ലാം കാണുന്നുണ്ട് കേട്ടോ. നിങ്ങൾ ഈ വൈരാഗ്യത്തോടെ രോഷത്തോടെ പോയി കൊടിയും പിടിച്ച് ഇംഗിലാ വിളിക്കുമ്പോൾ, മുദ്രാവാക്യം മുഴക്കുമ്പോൾ, ഒരു പോലീസ് ഇടപെടുമ്പോൾ ഇതെല്ലാം കാണുന്ന കർത്താവ്. പ്രഭാഷകൻ പുസ്തകം 23 വചനം 19 പറയുന്നത് പോലെ കർത്താവിൻ്റെ കണ്ണുകൾ 10,000 സൂര്യനേക്കാൾ പ്രകാശമുള്ളതാണ്. ആ വെളിച്ചത്തിൽ നിങ്ങൾ ഇരുട്ടിൻ്റെ പ്രവർത്തനങ്ങൾ, അന്ധകാരത്തിൻ്റെ പ്രവർത്തനങ്ങൾ ചെയ്യരുത്. പ്രിയ ക്രിസ്ത്യാനികളെ, പ്രിയ ക്രൈസ്തവരെ, സ്നേഹപൂർവ്വം ഒരിക്കൽ കൂടി അത് പറയുകയാണ്. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അത് കാണാൻ ഇടയാകട്ടെ. ഈ 3-ാം തീയതി സന്തോഷത്തോടെയും സ്നേഹത്തോടെയും പുറത്തും സ്നേഹിച്ചും മുന്നോട്ട് പോകാൻ നമുക്കിടയാകട്ടെ. ചെവിയുള്ളവർ കേൾക്കട്ടെ. കർത്താവ് ഓരോ സന്ദേശവും തന്നിട്ട് പറഞ്ഞത്, ആ ചെവി പുറമേയുള്ള ചെവിയല്ല, അകമയുള്ള ചെവി. ആന്തരിക ചെവികൾ തുറക്കൂ, കർത്താവിന് സ്വരം കേൾക്കൂ. ആ കർത്താവിൻ്റെ ആത്മാവ് നിന്നോട് പറയില്ല സമരം ചെയ്യുവാൻ, അന്ന് പോയി ബഹളം ഉണ്ടാക്കാൻ പറയില്ല. അപ്പോൾ ആത്മാവില്ലാത്തവൻ കർത്താവിനുള്ളവർ അല്ല. കർത്താവ് വളരെ മനോഹരമായിട്ട് റോമ 8:11 പറയുന്നുണ്ട്, യേശു ക്രിസ്തുവിലായിരിക്കുന്നവർ അത് പരിശുദ്ധാത്മാവുള്ളവരാണ്, പരിശുദ്ധാത്മാവ് ഇല്ലാത്തവരാണ് കലഹമുണ്ടാക്കുന്നത് എന്ന് ജൂഡ തൻ്റെ ലേഖനത്തിൻ്റെ 19-ാം വചനത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ സ്നേഹമില്ലായ്മയിൽ അവിടെ അടിപിടി വെക്കുമ്പോൾ അതിൻ്റെ അർത്ഥം ലോകത്തോട് പറയുന്നത് ഞങ്ങൾക്ക് പരിശുദ്ധാത്മാവില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ക്രിസ്ത്യാനികളല്ല എന്ന്. അപ്പോൾ ഇതാണ് വിജാതിയർ നമ്മൾ വിളിക്കുന്നവർ, നമ്മുടെ ശത്രുക്കൾ ക്യാമറയിൽ പകർത്താൻ പോകുന്നത് എന്ന് ഓർക്കണമേ. ദയവായി ഞാൻ ഒരിക്കൽ കൂടി സ്നേഹത്തോടെ അതിനുവേണ്ടി ഒരുമ്പത്തിരിക്കുന്ന ഓരോരുത്തരും അഭ്യർത്ഥിക്കുന്നു, ഉപദേശിക്കുന്നു, കാലുപിടിച്ച് ഉപദേശിക്കുന്നു, അതിൽ നിന്ന് പിന്മാറുക. ആ ദിവസം പാവനമായൊരു ദിവസമായി അത് കൊണ്ടാകാൻ ഇടയാകട്ടെ. ആർക്കെങ്കിലും ഉദപ്പോ വേദനയുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കൂ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ് നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.